നമസ്കാരം. റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ കയറിയിരിക്കുന്നത്. ഇന്ന് ആലപ്പുഴയിൽ നിന്നും കാസർഗോഡേക്ക് കളിക്കാൻ പോകേണ്ട ആലപ്പുഴ ജില്ലാ ടീമിൻ്റെ കബഡി ടീമിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ആ ഇരിക്കുന്ന അയ്യപ്പൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ വളർത്തുന്ന ചേട്ടൻ കണ്ടു. ചേട്ടൻ്റെയൊക്കെ പറയുന്നതല്ല ചേട്ടൻ കേൾക്കുന്നു. ചേട്ടൻ്റെ അയ്യപ്പൻ ചേട്ടൻ ഞങ്ങൾ കാസർഗോഡ് കുമ്പളയ്ക്ക് ടിക്കറ്റ് തരാൻ പറയുമ്പോൾ പുള്ളി മറ്റെങ്ങോട്ടോ ടിക്കറ്റ് എടുത്തു. അത് മാത്രമല്ല, അത് ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയപ്പോഴത്തേക്ക് അയ്യപ്പൻ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അയ്യപ്പൻ ചേട്ടൻ്റെ തെറ്റുകൊണ്ട് പറ്റിയാണ്. പക്ഷേ അയ്യപ്പൻ ചേട്ടന് നമ്മൾ പൈസ കൊടുത്താലേ അയ്യപ്പൻ ചേട്ടന് 15 രൂപ ടിക്കറ്റ് വേണം. ആയിക്കോട്ടെ 15 രൂപ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ വേണ്ട അയ്യപ്പൻ ചേട്ടൻ അടുത്ത സാരം അയ്യപ്പൻ ചേട്ടന് 30 രൂപ കൊടുത്താലേ അയ്യപ്പൻ ചേട്ടൻ ടിക്കറ്റ് ക്യാൻസൽ ചേർക്കുന്നു. പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ റെയിൽവേയിലുള്ള ഉദ്യോഗസ്ഥരാരും ഈ നഷ്ടം സഹിക്കത്തുമില്ല. അതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റും ക്യാൻസൽ ചെയ്യിച്ച് പുതിയ ടിക്കറ്റും എടുത്ത് അയ്യപ്പൻ ചേട്ടൻ്റെ വലിയൊരു കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ അയ്യപ്പൻ ചേട്ടൻ ഞങ്ങളുടെ വീഡിയോയും പിടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അയ്യപ്പൻ ചേട്ടനെ വെറുതെ വിടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അയ്യപ്പൻ ചേട്ടനെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് അയ്യപ്പൻ ചേട്ടൻ. നമ്മൾ മാറി നിന്ന് അയ്യപ്പൻ ചേട്ടനെ കാണിച്ചു തരാം. അയ്യപ്പൻ ചേട്ടാ നോക്കിയേ, അയ്യപ്പൻ ചേട്ടൻ്റെ ഒരു ഡ്രസ്സിങ് കോഡൊക്കെ ഉണ്ടാവും. ഇന്ത്യൻ റെയിൽവേയിലെ ആളുകൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്താൽ മതിയെന്നായിരിക്കും പറയുന്നത്. ഓൾറെഡി അയ്യപ്പൻ ചേട്ടൻ്റെ പേര് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അയ്യപ്പൻ ചേട്ടന് നമ്മുടെ പേര് കംപ്ലയിൻറ്റ് കൊടുക്കുമോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം. ഇങ്ങനെ വേണം ഇന്ത്യൻ റെയിൽവേയിലെ ജീവനക്കാർ പ്രവർത്തിക്കേണ്ടത്. അയ്യപ്പൻ ചേട്ടൻ ജോലി എടുക്കണം. ഇതാണൊക്കെ കബഡി കളിക്കാൻ വരുന്ന പാവപ്പെട്ട പിള്ളേരെ കേട്ട് പണി കൊടുത്തിട്ടാകരുത് അയ്യപ്പൻ ചേട്ടൻ്റെ ജോലി.